നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തൊടുകറിയായ ഇഞ്ചിക്കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിന് ഇഞ്ചിക്കറി, പുളി ഇഞ്ചി, ഇഞ്ചി പുളി എന്ന പല പേരുകൾ പറയാം. അടുത്തായി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ആവശ്യമുള്ളത് ഒരു 2 കപ്പ് ഇഞ്ചി അരിഞ്ഞതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2 കപ്പ് ഇഞ്ചി അരിഞ്ഞത്, 5 പച്ചമുളക്, നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിപ്പുളിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളി, ഇതിനെ വാളംപുളി, പിഴുപുളി എന്നൊക്കെ പറയാം. ഇത് ഒരു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഉരുളി അടുപ്പത്ത് വെച്ചു, അത് ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ എടുത്ത് വെച്ച് 2 കപ്പ് ഇഞ്ചി ഇതിൽ ആഡ് ചെയ്യുന്നു. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തായി പച്ചമുളക് ആഡ് ചെയ്യുന്നു. കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഇഞ്ചി ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി തിക്കായി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കുറച്ചുകൂടെ തിക്കാകാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചക്കര ആഡ് ചെയ്യാം. പിന്നീട് നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. തീരെ കുറച്ച് മതി. കുറച്ചുകൂടെ തിക്കായി വരട്ടെ. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ശർക്കരയൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിപ്പുളി അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് ഇതിലിട്ട് കൊടുക്കാം. കടുക് ആഡ് ചെയ്യുന്നു. വറ്റൽമുളക്, കറിവേപ്പില, ഉലുവപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് വറുത്തത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
മൊത്തം 9 ടേബിൾ സ്പൂൺ പൊടിച്ച ചക്കര ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിപ്പുളി എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിതിന് യൂസ് ചെയ്തത് 9 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചക്കരയാണ് ആഡ് ചെയ്തത്. അതുപോലെ ഇന്ത്യൻ ജിഞ്ചറാണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചക്കരയുടെ ക്വാണ്ടിറ്റി. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം ചക്കര ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നന്ദി, നമസ്കാരം.